ഹലോ മക്കളെ, നമുക്ക് എക്കണോമിക്സിൽ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് LPG. അത്യാവശ്യം വെയിറ്റേജ് കൂടിയ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രൈവറ്റൈസേഷൻ. അപ്പോൾ എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ ഗവൺമെന്റിനുള്ള ഓണർഷിപ്പും മാനേജ്മെന്റും പ്രൈവറ്റ് സെക്ടറിന് നൽകുന്നതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഡീനാഷണലൈസേഷൻ എന്നും പറയാം. പ്രൈവറ്റൈസേഷൻ പല രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് ചെയ്യാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിന്റെ ഷെയർസ്, അതിൽ ഗവൺമെന്റിനുള്ള ഷെയർസ് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ പ്രൈവറ്റ് സെക്ടറിന് സെയിൽ ചെയ്യുന്നതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ പുറകിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. മെയിൻ ആയിട്ടും ഗവൺമെന്റിന് ഒരു വലിയ രീതിയിലുള്ള റവന്യൂ വന്നു ചേരും. പിന്നെ ഈ പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നതിലൂടെ ഗവൺമെന്റിന് കൂടുതലായിട്ടും എക്കണോമിക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പനീസിൽ അല്ലെങ്കിൽ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് കൂടാതെ തന്നെ പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവോൾവ്മെന്റ് എക്കണോമിയിൽ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ആ കമ്പനീസിന്റെ ഒക്കെ എഫിഷ്യൻസി കൂടുതൽ ഇംപ്രൂവ് ആക്കാൻ കൂടി വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരം ഉദ്ദേശങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ ചെയ്യാറുള്ളത്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എക്കണോമിക്സ് ഇതുപോലെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.